ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറേ മുന്നേ കാക്ക പോണതിൻ്റെ മുന്നത്തെ ആഴ്ച ഞങ്ങൾ കാക്കൻ്റെ വലിയ പെങ്ങളെ മോൻ്റെ വീട്ടിൽ പോയ അന്നത്തെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിന്. പിന്നെയൊക്കെ എങ്ങനെ അതിൽ ഇപ്പോഴൊന്നും ഒരു ഇതൊക്കെ ആയി തോന്നുമ്പോൾ ഞാൻ ഇടാതെ നിന്നതേനി. അപ്പോൾ ഇതിലുണ്ടേനി. അപ്പോൾ ഞാനിങ്ങനെ ഒരു എഡിറ്റ് ചെയ്തുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ച്. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ ഇതിപ്പോൾ ഞങ്ങളിങ്ങനെ പോയപ്പോൾ അവിടേക്ക് ബേക്കറി വാങ്ങാൻ വേണ്ടി ഒരു ബേക്കറി കയറിയതാണ് കേട്ടോ. എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിപ്പെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളം ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും കേട്ടോ. അങ്ങനെ എന്താ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. പൂവാട്ടുപറമ്പാണ് കേട്ടോ അവരെ വീട്. മാവൂർ റോഡിന് പോയിട്ട് പൂവാട്ടുപറമ്പാണ്. അപ്പോൾ ഇത് ചെറിയ മോൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ആയി അങ്ങനെ നിൽക്കാൻ വിളിക്കണം, അങ്ങനെ പോയതാണ്. ഇപ്പോൾ ഒരു വീടെത്തിയത് ഒരു ലിവിങ് ഏരിയയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പം പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. വീഡിയോസിനൊക്കെ വ്യൂസും ഇതൊക്കെ കുറവാണ്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു പഴംപൊരി ഒക്കെ ഉണ്ടാക്കി ചായ, പിന്നെ ബേക്കറിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചാണ്ട് ചായയൊക്കെ കുടിക്കുകയാണ്. അങ്ങനെ പിന്നെ മുഴുവനായിട്ടൊന്നും ഇല്ല കേട്ടോ, രാത്രിക്കത്തെ കാര്യങ്ങൾ അങ്ങനെ കൂടുതലൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ അതാ അവിടെ അവിടുത്തെ ഒരു മോൻ്റെ മോള് നല്ല മൈലാഞ്ചി ഞങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ഉണ്ടേന് കേട്ടോ. ഒരു താത്തക്ക് അവിടുത്തെ 3 മോനും ഒരു മോളും ആണ് ഇട്ടുള്ളത്. അപ്പം പിന്നെ എല്ലാവരും വന്നീനി അങ്ങോട്ട്. പിന്നെ ഇത് ഒക്കെ അടുത്ത് തന്നെയാണ്. ഇത് കുറച്ചങ്ങോട്ട് ഒരു തറവാടിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോരാണ്ട് കേട്ടോ അത് ഈ വീട്. അപ്പം പിന്നെ എല്ലാവരും വന്നിന്. അപ്പോൾ ഒരു മോൻ്റെ മോളാണ്, രണ്ടാമത്തെ മോൻ്റെ മോളാണ് കേട്ടോ ഈ മൈലാഞ്ചി ഇട്ടുതരുന്നത്. ഓളെല്ലാം മൈലാഞ്ചൊക്കെ ഇടും. അപ്പോൾ ഇങ്ങനെ ഓൾ മൈലാഞ്ചി ഇടുന്ന അമ്മയ്ക്ക് ഇട്ടുണ്ടായിരുന്നപ്പോൾ ഇട്ടെന്ന്. അങ്ങനെ പിറ്റേന്ന് രാവിലെയൊക്കെ ആയതാ ചായയൊക്കെ എടുത്ത് വെക്കാണ് കേട്ടോ. ഇതാണ് മോന് ബാവു എന്ന് പറയും, നിങ്ങളതിൻ്റെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ ഇതാ വെള്ളപ്പം ഇതൊക്കെയാണ് കേട്ടോ ചായക്ക്. വെള്ളപ്പും പുട്ടും പിന്നെ ചിക്കൻ കറിയും ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ബീഫും ഉണ്ട് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. 1.5 മാസമായില്ലേ ഇത് കാക്ക അവിടെ നിന്ന് വരികയാണ്. പിന്നെ അങ്ങനെ ടേബിൾ മേക്കത്ത് ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടോ. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ സങ്കേതം എന്ന് പറഞ്ഞ സ്ഥലത്തിന് മുന്നേ ചെറിയൊരു ഷോർട്ട് ചാട്ടീനി, കുറച്ചുകൊണ്ട് പോകണം. അപ്പോൾ അവിടെ പോകാൻ നമുക്ക് എല്ലാവരും ആയിട്ട് കുട്ടികൾക്കൊക്കെ കുളിക്കാനൊരു ഇതൊക്കെ ആണ്, ഒരു തോട് പോലെ ചോല പോലെ അങ്ങനെ ഒഴുകി പോണ ഒരിതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ സ്ഥലം കാണാൻ. അപ്പോൾ അങ്ങനെ വേറൊരു കുളം ഉണ്ടെന്ന് തന്നെയാണ് ആദ്യം അങ്ങോട്ട് പോയിന്. അങ്ങനെ ഞാൻ പോകണ്ടെന്നൊക്കെ വിചാരിച്ചതേനി. അപ്പോൾ മക്കളൊക്കെ ചെറുതേറ്റുകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ചെക്ക് പേടി വെള്ളത്തിൻ്റെ ഒക്കെ അല്ല, ഞാനും പിന്നെ കയറിയിട്ടോ വണ്ടിയിൽ. ഇതിപ്പോൾ രാവിലെ ചായ കുടിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ പുറത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. ഓരോ വീടിൻ്റെ മുൻഭാഗം. പിന്നെ അത് മോനാണ് നിൽക്കുന്നത് തതൻ്റെ. പിന്നെ അങ്ങനെ കഴിഞ്ഞത് അവരെല്ലാവരും എന്താ ഒരു കാർഡ് വെച്ച് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കളിക്കാട്ടോ എല്ലാവരും കൂടെ. വെറുതെ രസമായിട്ട് ഇങ്ങനെ കളിക്കുകയാണ് എല്ലാവരും കൂടെ. കാക്കയും പിന്നെ അവിടുത്തെ മക്കളും ഓരോ കുട്ടികളൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പോവുകയാണ് സങ്കേതത്തേക്ക്. അങ്ങനെ ഞങ്ങളെ കാറിലും ഓരോ ഓട്ടോറിക്ഷയിലും ഒരു മോൻക്ക് ഓട്ടോറിക്ഷയാണ്. അപ്പോൾ ഓന് ഇങ്ങനെ ഇതാണ് കേട്ടോ, കൈ തന്നതാണ് ഞാൻ വീഡിയോ എടുക്കണുണ്ടപ്പോൾ. പിന്നെ അപ്പോൾ എല്ലാവരും ഓല് പോയി. അപ്പോൾ ഞാനും കാറിലൊക്കെ എങ്ങനെയൊക്കെ എല്ലാവരും കുത്തി അടുപ്പിച്ച് ഒക്കെ അട്ടിക്കൊക്കെ ഇട്ടെങ്ങാണ്ട് പോയി. അങ്ങനെ പോയി. പിന്നെ ആദ്യം ഒരു കുളം പറഞ്ഞില്ലേ, കുളത്തിൻ്റെ അടുത്ത് അപ്പോൾ അവിടെ ഫുള്ള് ആണുങ്ങളാണ്, ജെൻസുകളാണ്. അപ്പോൾ ഒന്നും ഒരു പെൺകുട്ടിയൊക്കെ ഒന്നും ഇതാക്കാൻ പറ്റിയൊരിതൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പോയി സങ്കേതത്തിൽ പോരാൻ, അവിടെ പിന്നെ കുറച്ചേ ഉള്ളോട്ട് പോരാൻ അങ്ങനെ അങ്ങോട്ട് പോകുന്നു. നല്ല സ്ഥലമാട്ടോ അവിടെ നിന്ന്. അങ്ങനെ വണ്ടി ഓടി പോകുമ്പോൾ നല്ല നല്ല സ്ഥലങ്ങളാട്ടോ അവിടെ. അങ്ങനെ ഇതാ ഈ കുളത്തിൻ്റെ അടുത്ത് ആദ്യത്തെ ഇപ്പോൾ അവിടെ നിന്നെടുത്ത വീഡിയോ ആണിത്. നമ്മൾ ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതാണ് കുളം. പിന്നെ നല്ല രസമുണ്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ. അങ്ങനെ പിന്നെ കുറേ ചെക്കന്മാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെ എല്ലാവരും കൂടെ സങ്കേതത്തേക്ക് പോയിട്ട് അവിടുത്തെ വലിയ മോനും പെണ്ണുങ്ങളും വണ്ടിമേൽ ഓട്ടോറിക്ഷ കാർ അങ്ങനെ എല്ലാവരും കൂടെ അട്ടിക്കിട്ടാൻ പോകുന്നത്. അവിടുത്തെ പെരക്കാരത്തിയും അവിടുത്തെ മോനും ഓരോ പെണ്ണുങ്ങളും അതിലൊരു പിന്നെ രണ്ടാമത്തെ മോൻ്റെ പെണ്ണുങ്ങളും വന്നില്ലേ. ബാക്കി എല്ലാവരും പോയിട്ട് താത്തിയൊക്കെ അവിടെ നിന്നാണ്ട് ബാക്കി എല്ലാവരും കുട്ടികളും താത്തൻ്റെ പേരക്കുട്ടികളും ഒക്കെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. വലിയ ആൾക്ക് 3 പെൺകുട്ടികളാണ്, രണ്ടാമത്തെ ആൾക്ക് ഒരു 2 ആൺകുട്ടികളും മോളാണ്, മൂന്നാമത്തെ നമ്മൾ പോയ വീട്ടിലേക്ക് 3 പെൺകുട്ടികളാണ്. പിന്നെ മോൾക്ക് 3 കുട്ടികൾ, 2 ആണൊരു പെണ്ണാണ്. ഒരു മോന് ഗൾഫിലാണ്, ഷാലു എന്ന് പറയും, എൻ്റെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിരിക്കണ് ഗൾഫിൽ നിന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ മോളുണ്ട്, മോള് വന്നില്ല കേട്ടോ അവിടെ. മോളും ഓരൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാവരും പേരക്കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ വന്നുകൊണ്ട് എല്ലാവരും കുറച്ച് ഇതിലൊക്കെ കുട്ടികളൊക്കെ കളിപ്പിച്ച് ആക്കി. പിന്നെ നമ്മൾ വരുമ്പം തന്നെ എത്ര 11:30-12 ആയിന്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോകാനുള്ളതാണ്. പിന്നെ അങ്ങനെ കുറേയൊക്കെ കളിച്ച് നമ്മൾ 1:30-2 നമ്മൾ പിന്നെ ഇവർക്ക് എന്താ കുട്ടികൾക്ക് പേരക്കുട്ടി എൻ്റെ മോനും ഇവർക്കൊക്കെ പാടെ എന്താ ഹൈലൈറ്റ് മാളിൽ പോകണം എന്ന് അതും പറഞ്ഞു. അപ്പോൾ എന്ത് കഴിഞ്ഞിട്ട് പോയി വന്നിട്ടുണ്ടോ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ. ഞങ്ങൾ ഒരു ദിവസം നിൽക്കാൻ വേണ്ടി വന്നത്. ഇനി വൈകുന്നേരമാണ് വന്നത്, തലേ ദിവസം വൈകുന്നേരം വന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ സ്ഥലം. നല്ല ഭംഗിയായിട്ട് ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. ഞാനൊരു ചെറിയ ഷോട്ട് ഇട്ടീനി. പിന്നെ അങ്ങനെ ഷോട്ട് ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്.
അങ്ങനെ പിന്നെ ഞങ്ങളവിടുന്ന് അവിടെയൊക്കെ കുറേ കുട്ടികളൊക്കെ കളിപ്പിച്ച് നീന്തി നല്ല ഒഴുക്കൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുള്ള സ്ഥലം അല്ലാതെ ആഴമൊന്നുമില്ല കേട്ടോ ഇത് നമുക്കൊക്കെ ഇറങ്ങാൻ വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റിയൊരു ആഴം തന്നെ ഉള്ളൂ ഏതായാലും കുട്ടികൾക്കൊക്കെ രസമായിട്ട് ഇങ്ങനെ വരാം ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട് അവിടെ പിന്നെ സങ്കേതം എന്നാണ് പറയുക ആരെങ്കിലും അറിഞ്ഞവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മളൊരിക്കലും ക്യാമ്പ് സിറ്റി മുക്കത്ത് പോയപ്പം പിന്നെ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ താത്തൻ്റെ മോൾക്ക് ഡയാലിസിൻ്റെ ടൈമുണ്ട് അപ്പോൾ ടൈം ഞങ്ങളിങ്ങനെ അവിടെ നിൽക്കേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന് കണ്ടു പോയതാണ് അപ്പോഴാണ് ഇവരെ ഇവിടെ അടുത്താണെന്നൊക്കെ അവർ പറഞ്ഞു അതിൻ്റെ മുന്നേ മനു എന്നോട് പറയില്ല അവിടെ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായാലോ എന്ന് ഇതായിരുന്നു അങ്ങനെ വീട്ടിലൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ചോറൊക്കെ തിന്നിട്ടോ മന്തിയും ഇതൊക്കെ ഉണ്ടാക്കി അതൊക്കെ തിന്നാന്നും പിന്നെ എടുക്കാനില്ല എന്ന് അതിൻ്റെ ഇടയിൽ നമ്മളെ കാറിൻ്റെ ചാവി അതായപ്പോൾ അത് തിരയണ പണിയായതുകൊണ്ട് തന്നെ അതൊന്നും ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ എല്ലാവരും ഞങ്ങൾ യാത്രയാക്കാൻ നിൽക്കുന്നത് ഞങ്ങൾ കാറിൽ നിന്നാട്ടോ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പോൾ